ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th സ്റ്റാൻഡേർഡിലെ മാത്സിലെ 7th ചാപ്റ്ററായ മൈറ്റി മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഈ ഭാഗമാണ് നമ്മൾ എന്താക്കുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം അല്ലേ. മിഡ് ഡേ മീൽ സ്കീമാണ്. എന്താണ് ഉച്ചഭക്ഷണ പദ്ധതി എന്നൊക്കെ കേട്ടില്ലേ? നിങ്ങൾ സ്കൂളിലൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ മിഡ് ഡേ മീൽ സ്കീമാണ്. ശ്യാമള ചേച്ചി കുക്സ് ഫുഡ് ഇൻ അനിമല സ്കൂൾ. ശ്യാമള ചേച്ചി എന്താണ് ആനിമല സ്കൂളിൽ വേണ്ടി പാചകം ചെയ്യാണ് അല്ലേ. ഷീസ് പെയ്ഡ് 600 rupees പെർ ഡേ എസ് വേജസ്. അപ്പോൾ അവൾക്ക് കിട്ടുന്ന എത്രയാണ്? ഒരു ദിവസം 600 രൂപയാണ് കിട്ടുന്നത്. ഷീ വർക്ക്ഡ് 20 days ഇൻ ജൂൺ. അപ്പം ഈ ചേച്ചി വർക്ക് ചെയ്യുന്നത് 20 ദിവസം, ജൂണിൽ 20 ദിവസമാണ് വർക്ക് ചെയ്തത്. ഹൗ മച്ച് എമൗണ്ട് ഡിഡ് ഷീ ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ എത്ര പൈസ ആണ് ഈ ശ്യാമള ചേച്ചിക്ക് കിട്ടിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ജൂണിൽ 20 ദിവസമാണ് വർക്ക് ചെയ്തത്, ഒരു ദിവസം എന്താണ് 600 രൂപയാണ് കിട്ടുക അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് ആണ് ഈ ശ്യാമള ചേച്ചിക്ക് കിട്ടിയത്? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നോക്കിയേ, ഇവിടെ 20 days അല്ലേ, പിന്നെ 600 rupees അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് 20 × 600 ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, എന്താണ് ശ്യാമള ചേച്ചി ഗെറ്റ് അല്ലേ, ശ്യാമള ചേച്ചി എമൗണ്ട് ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താക്കുക 600 × 20 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? 600 × 20 അല്ലേ. ഓക്കെ, 600 × 20. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റിലുള്ള പൂജ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്താക്കുക, ആ പൂജ്യങ്ങൾ ആദ്യം മാറ്റി വെക്കുക. എന്നിട്ട് എന്താക്കുക, ബാക്കിയുള്ള നമ്പേഴ്സ് ഇൻറ്റു ചെയ്തതിന് ശേഷം കിട്ടുന്ന ഉത്തരത്തിലേക്ക് എത്ര പൂജ്യമാണോ മാറ്റി വെച്ചത് അത്രയും പൂജ്യം ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ 600 × 20 അല്ലേ, 600ൽ 2 പൂജ്യം അല്ലേ, അപ്പോൾ 2 പൂജ്യം മാറ്റി വെക്കുക. 20ൽ 1 പൂജ്യം അല്ലേ, അപ്പോൾ 1 പൂജ്യം. അപ്പോൾ മൊത്തം 3 പൂജ്യം നമ്മൾ മാറ്റി വെച്ചേ. 3 പൂജ്യമാണ് മാറ്റി വെച്ചത്, അത് ശ്രദ്ധിക്കുക. ഇനി നമ്പർ ഇവിടെ ഉള്ളത് എന്താ? 6ഉം 2 ആണ് അല്ലേ. അപ്പോൾ 6 × 2 എത്രയാണ്? 12 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക 12 എന്ന് എഴുതുക. ഓക്കെ, 12 എഴുതുക. ഇനി ഇവിടെ നമ്മൾ എത്ര പൂജ മാറ്റി വെച്ചിരുന്നത്? 3 പൂജ്യം ഇരുന്ന് ആ 3 പൂജ്യം എന്താക്കുക ഇതിലിട്ട് കൊടുക്കുക. 1 2 3. ഓക്കെ, അപ്പോൾ എത്രയാണ്? 12,000 rupees എന്താക്കുന്നത് ശ്യാമള ചേച്ചിക്ക് ജൂണിൽ കിട്ടിയത് അല്ലേ. ഓക്കെ, 12,000 rupees എന്ന് എഴുതുക. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ പൂജ്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഇൻറ്റു ചെയ്തതിന് ശേഷം എന്താണ് ആ പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ജൂലൈ ഷീ വർക്ക്ഡ് 22 days. ഇനി ജൂലൈയിൽ അവർ വർക്ക് ചെയ്തിരിക്കുന്നത് 22 ദിവസമാണ് അല്ലേ. ഹൗ മച്ച് എമൗണ്ട് ഡിഡ് ഷീ ഗെറ്റ്? അപ്പോൾ എത്ര എമൗണ്ട് ആണ് അവർക്ക് കിട്ടുക? അപ്പോൾ ഒന്നുകിൽ നമ്മൾക്ക് എന്താക്കുക 22 days അല്ലേ, 600 അല്ലേ കിട്ടുന്നത്. അപ്പോൾ 22 × 600 ചെയ്യുക. എന്നിട്ട് ആ പൂജ്യം മാറ്റി വെച്ചിട്ട് എന്താക്കുക 6നോട് ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന ഉത്തരമായിരിക്കും. എന്നിട്ട് 2 പൂജ്യം ഇട്ട് കൊടുക്കുക അല്ലേ ഉത്തരത്തിൽ. ഓക്കെ, അല്ലെങ്കിൽ എന്താ ചെയ്യുക, അവിടെ നമുക്ക് എത്രയാണ് കിട്ടിയത്? 12,000 അല്ലേ കിട്ടിയത്. ആ 12,000ൻ്റെ കൂടുതൽ എന്താണ് 20 ദിവസം 12,000. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എന്താണ് 22 ദിവസം ആകുമ്പോൾ 2 days ഒരു ദിവസം 600 ആണ്, 2 days എത്രയാണ് 1200 അല്ലേ. അപ്പോൾ 12,000 + 1200 ചെയ്താൽ ഉത്തരം കിട്ടും. 2 മെത്തേഡിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് മെത്തേഡാണോ ചെയ്യുന്നത് ആ 2 മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ ജൂലൈയിൽ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 22 ദിവസമാണ് എന്ത് വർക്ക് ചെയ്തത് അല്ലേ. അപ്പോൾ 22 × 600 ചെയ്യാം. ഓക്കെ, അപ്പോൾ 22 × 600 നമ്മൾ എന്താക്കുക 2 പൂജ്യം മാറ്റി വെച്ചിട്ട് 6നോട് ഇൻറ്റു ചെയ്യുക അല്ലേ. അപ്പം എന്നിട്ട് നമുക്ക് 2 പൂജ്യം ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ 6 2 എത്രയാണ്? 12. 12ൽ 1 ശിഷ്ടം, പിന്നെ 6 2 12, 12നോട് 1 കൂട്ടിയാൽ എത്രയാണ്? ഈ ബാലൻസ് കൂട്ടിയാൽ 13 അല്ലേ. അപ്പം 132 വരും അല്ലേ. ഇനി എന്താക്കുക ഈ മാറ്റി വെച്ച ഈ 2 പൂജ്യം ഇതിൻ്റെ കൂടുതലും ഇട്ട് കൊടുക്കുക. ഓക്കെ ഓക്കെ, അപ്പം എത്രയാണ് കിട്ടുക? 13,200 എന്ന് കിട്ടും. ഓക്കെ, ഇനി വേറൊരു മെത്തേഡ് എന്താ? ഫ്രണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കുക. നേരത്തെ എത്രയാണ് 20 ദിവസം കൊണ്ട് കിട്ടിയിരുന്നത്? എത്രയാണ്? 20 ദിവസം കൊണ്ട് കിട്ടിയത് എത്രയായിരുന്നു? 12,000 അല്ലായിരുന്നോ. അപ്പോൾ 12,000. ഓക്കെ, 12,000 പ്ലസ് പിന്നെ 20 ഡേയ്സിന് 12,000 ആയിരുന്നു അല്ലേ. അപ്പോൾ 2 ഡേയ്സിനോ എന്താണ് 600 × 2 ചെയ്യുക അല്ലേ. അപ്പോൾ 600 × 2 എത്രയാണ്? 1200 അല്ലേ. അപ്പോൾ 1200 നമ്മൾ പ്ലസ് ചെയ്യുക അല്ലേ. ഇതിന് കൂടുതൽ 1200 പ്ലസ് ചെയ്യുക. ഓക്കെ, ഇനി എന്താ നമുക്ക് ചെയ്യുക? അത് പ്ലസ് ചെയ്യാം. 0 0 ഈ 0 + 2 2 ഇനി 2 + 1 3
ഇനി 1 അല്ലേ. അപ്പം എത്ര 13,200 അല്ലേ. രണ്ട് സെയിം തന്നെയല്ലേ. ഓക്കെ, രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാം അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ, മൾട്ടിപ്ലൈങ് ബൈ 100, 200 ആൻഡ് 300. എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുക? 100നോടും 200നോടും 300നോടും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കിയേ, എങ്ങനെ നമുക്കിത് ചെയ്യാം? 1 × 100 എത്രയാണ്? 100 അല്ലേ. 2 × 100 എത്രയാണ്? 200. 3 × 100 300. 5 × 100 500. 8 × 100 800. 10 × 100 എന്താ ചെയ്യുന്നത്? ഈ നമ്പർ ഇട്ടിട്ട് 2 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ. 100നോടാണ് ഇൻറ്റു ചെയ്യുന്നതെങ്കിൽ അല്ലേ. 8 × 100 പറയുമ്പോൾ 8 × 1 അല്ലേ 8, പിന്നെ 2 100 ഇട്ട് കൊടുക്കുക, അപ്പോൾ 800 ആവും അല്ലേ. 10 × 100 ആണെങ്കിൽ 10 ഇട്ട് കൊടുക്കുക, എന്നിട്ട് 2 0 ഇട്ട് കൊടുക്കുക. ഇനി 12 × 100 1200 അല്ലേ. 15 × 100 ഈ നമ്പർ എഴുതിയാൽ 2 0 ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ 1500 അല്ലേ. ഇനി 18 × 100 എത്രയാണ്? 18 എഴുതിയാൽ ഈ 2 0 ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ 1800 വരും. 20 × 100 എത്രയാണ്? 20 എഴുതിയാൽ 2 0 ഇട്ട് കൊടുക്കുക അല്ലേ. 2000 എന്ന് എഴുതും. ഓക്കെ. 100 × 100 എത്രയാണ്? 100 ആദ്യം എഴുതുക, എന്നിട്ട് ഈ 2 0 കൂടി ഇതിന് കൊടുത്തിട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ 10000 എന്ന് എഴുതും. ഓക്കെ. ദെൻ ഇനി എന്താ ഇവിടെ ചെയ്യുന്നത് നോക്കിയേ, 200ൻ്റെ മൾട്ടിപ്പിളാണേ. 200ൻ്റെ മൾട്ടിപ്പിൾ എങ്ങനെയാ? 1 × 200 എത്രയാ? 200 അല്ലേ. 2 × 200 400 അല്ലേ. എങ്ങനെയത് ചെയ്യുന്നത്? ഈ 2 0 മാറ്റി വെച്ചിട്ട് ഇത് 2 ഇൻറ്റു ചെയ്യുക അല്ലേ. 2 × 2 എത്രയാ? 4, എന്നിട്ട് 2 0 ഇട്ട് കൊടുക്കുക. ഇനി 3 × 200 2 0 മാറ്റി വെക്കുക, എന്നിട്ട് 3 × 2 ചെയ്യുക. എത്രയാണ്? 3 × 2 6 അല്ലേ. 6 എഴുതുക, പിന്നെ 2 0 ഇട്ട് കൊടുക്കുക. ഇനി 5 × 200 എത്രയാണ്? 5 × 2 ചെയ്യുക, അപ്പോൾ 10 കിട്ടും അല്ലേ. 10 2 0 മാറ്റി വെച്ചില്ലേ ഇനിയോ? 10ൻ്റെ കൊടുത്ത് 2 0 കൂടി കൊടുത്താൽ എത്രയായി? 1000 ആയി. ഓക്കെ. ഇനി 8 × 200 എത്രയാണ്? 8 × 2 ആദ്യം ചെയ്യുക. ആ 2 0 മാറ്റി വെക്കുക, എന്നിട്ട് 8 × 2 എത്രയാണ്? 16. 16 ഇട്ടിട്ട് ആ 2 0 മാറ്റി വെച്ചിരുന്നു, അത് 2 0 ഇട്ട് കൊടുക്കുക, അപ്പോൾ 1600 അല്ലേ. ഇനി 10 × 200 10 × 2 ചെയ്യുക ആദ്യം, അപ്പോൾ എത്രയാണ്? 20 കിട്ടും അല്ലേ. എന്നിട്ട് എന്താക്കുക? ഈ 2 0 കൂടി ഇട്ട് കൊടുക്കുക, അപ്പോൾ എത്ര കിട്ടും? 2000 എന്ന് കിട്ടും. ഓക്കെ. ദെൻ നെക്സ്റ്റ് 12 × 200 അല്ലേ. അപ്പോൾ 12 × 2 ചെയ്യുക ആദ്യം, അപ്പോൾ എത്ര കിട്ടുക? 24 കിട്ടും അല്ലേ. അപ്പോൾ 24 എന്ന് എഴുതുക, എന്നിട്ട് 2 0 ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ 2400 എന്ന് കിട്ടും. ഇനി 15 × 200 അല്ലേ. അപ്പോൾ 15 ഈ 2 0 ആദ്യം മാറ്റി വെക്കുക, എന്നിട്ട് 15 × 2 ചെയ്യുക, അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 15 × 2 പറഞ്ഞാൽ 30 അല്ലേ. 30നോട് ഈ 2 0 അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ 3000 എന്ന് കിട്ടും. ഇനി 18 × 200 അല്ലേ. 18 × 200 എത്രയാണ്? 2 0 മാറ്റി വെക്കുക ആദ്യം. ഇനി 18 × 2 ചെയ്യുക, അപ്പോൾ എത്ര കിട്ടുക? 2 8 16 36 അല്ലേ. അപ്പോൾ 36 എന്ന് എഴുതുക, എന്നിട്ട് ഈ 2 0 കൂടി എഴുതുക, അപ്പോൾ 3600. ഓക്കെ. ദെൻ 20 × 200 എത്രയാണ്? ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ 2 0 അല്ലേ. അപ്പോൾ 3 0 മാറ്റി വെക്കുക, എന്നിട്ട് എന്താ? 2 × 2 ചെയ്യുക, 4 അല്ലേ. 4 എന്ന് എഴുതിയിട്ട് 3 0 ഇട്ട് കൊടുക്കുക, അപ്പോൾ 4000. ഓക്കെ. 4000. ദെൻ 100 × 200 എത്രയാണ്? 2 0 ഇവിടെ ഉണ്ട്, ഇവിടെ 2 0 അല്ലേ. ഇനി 1 × 2 എന്താക്കുക? ഇവിടെ ഇൻറ്റു ചെയ്യുക അല്ലേ. അപ്പോൾ 2 എന്ന് എഴുതുക, എന്നിട്ട് ഇവിടെ 2 ഇത്ര 0 മാറ്റി വെച്ചിരുന്നത്, ഇവിടുത്തെ 2 ഇവിടുത്തെ 2 ഇല്ലേ, 4 0 ഉണ്ട് അല്ലേ. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക, 4 0 അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? 20000 അല്ലേ. 20,000 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് നോക്കൂ, ഇവിടെ 1 × 300 അല്ലേ ആണല്ലേ. അപ്പോൾ 1 × 300 എങ്ങനെയാണ്? 300 തന്നെ അല്ലേ. ഇനി അടുത്ത് 2 × 300 എങ്ങനെയാണ്? 2 0 ആദ്യം മാറ്റി വെക്കുക, എന്നിട്ട് 2 × 3 എത്ര? 600. പിന്നെ ആ 0 മാറ്റി വെച്ചില്ലേ 2 അത് അതിൻ്റെ കൊടുത്തിട്ട് കൊടുക്കുക, അപ്പോൾ 600. ഇനി 3 × 300 എത്രയാണ്? 2 0 ആദ്യം മാറ്റി വെക്കുക. 3 × 3 എത്രയാണ്? 9 അല്ലേ. 9 എഴുതുക, പിന്നെ ആ മാറ്റി വെച്ച 2 0 കൂടി കൊണ്ട് എഴുതുക. ദെൻ നെക്സ്റ്റ് 5 × 300 എങ്ങനെയാണ്? 2 0 ആദ്യം മാറ്റി വെക്കുക. ഓക്കെ. എന്നിട്ട് 5 × 3 എത്ര? 15. 15 എന്ന് എഴുതുക, എന്നിട്ട് ആ മാറ്റി വെച്ച 2 0 എഴുതുക അല്ലേ. അപ്പോൾ 1500. ഇനി 8 × 300 എങ്ങനെയാണ്? 2 0 മാറ്റി വെക്കുക ആദ്യം. ഇനി 8 × 3 അല്ലേ ഇവിടെ കിടക്കുന്നത്? 24 അല്ലേ. അപ്പോൾ 24 എന്ന് എഴുതുക, എന്നിട്ട് 2 0 ഇട്ട് കൊടുക്കുക, അപ്പോൾ 2400 എന്ന് എഴുതുക അല്ലേ. ഇനി 10 × 300 എത്രയാണ്? ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ 2 0, 3 0 മാറ്റി വെക്കുക. പിന്നെ 1 × 3 അല്ലേ. അപ്പോൾ 1 × 3 എത്ര? 3. അപ്പോൾ 3 എഴുതുക, എന്നിട്ട് പിന്നെ മാറ്റി വെച്ച ഈ 3 0 കൂടി അതിൻ്റെ കൂടുതൽ എഴുതുക, അപ്പോൾ എത്ര? 3000 എന്നാവും അല്ലേ. ഇനി 12 × 300 എങ്ങനെയാണ്? 12 × 300 ആണ് അല്ലേ. അപ്പോൾ ഈ 300ലെ 2 0 മാറ്റി വെക്കുക, അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? 3 ആണ് അല്ലേ. അപ്പോൾ 12 × 3 ചെയ്യുക, അപ്പോൾ 12 × 3 എത്രയാണ്? ചെയ്ത് നോക്കുക, എത്ര കിട്ടുക? 36 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 36 എന്ന് എഴുതുക, എന്നിട്ട് മാറ്റി വെച്ചാൽ 2 0 അതിൻ്റെ കൂടുതൽ എഴുതുക അല്ലേ. അപ്പോൾ 3600 എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് നോക്കൂ, 15 × 300 നോക്കൂ. നിങ്ങളാണെങ്കിൽ സ്വയം ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് പോസ് വയ്ക്കിയിട്ട് നിങ്ങൾ സ്വയം ചെയ്യുക, എന്നിട്ട് എന്താക്കുക? ഞാൻ ടീച്ചർ പറയുന്നത് ശരിയാണോ നോക്കുക. ടീച്ചർ അതിൻ്റെ ആൻസർ ലാസ്റ്റ് തരാം കേട്ടോ. 15 × 300 എത്രയാണ്? 2 0 ആദ്യം എഴുതുക അല്ലേ, മാറ്റി വെക്കുക. എന്നിട്ട് 15 × 3 ചെയ്യുക. 15 × 3 എത്രയാണ്? 3 5 15, പിന്നെ 3 4 അല്ലേ, 45 അല്ലേ. അപ്പോൾ 45 എന്ന് എഴുതുക, പിന്നെ ആ 2 0, അപ്പോൾ 4500, 4500 എന്ന് കിട്ടും. ദെൻ 18 × 300 എത്ര? 18 × 300 എത്രയാണ്? 2 0 ആദ്യം മാറ്റി വെക്കുക. 80 × 3 എത്രയാണ്?
3 8 24, 2 ബാലൻസ്, ഒരു 3 3 3 4 5 54 അല്ലേ, 54 വരുന്നത്. 54 എഴുതുക, 2 പൂജ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ 5400 എന്നാവും. ദെൻ നെക്സ്റ്റ് 20 × 300 എത്രയാണ്? ഇവിടെ ഒരു പൂജ്യം ഉണ്ട്, ഇവിടെ 2 പൂജ്യം, 3 പൂജ്യം ആദ്യം മാറ്റി വെക്കുക. എന്നിട്ട് ആ നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുക അല്ലേ. 2 × 3 എത്രയാണ്? 6. അപ്പോൾ 6 എഴുതുക, പിന്നെ മാറ്റി വെച്ച് എത്ര പൂജ്യം ഇരുന്ന് 3 പൂജ്യം എഴുതുക അല്ലേ. അപ്പോൾ 6000 എന്നാവും. ദെൻ നെക്സ്റ്റ് നോക്കൂ, 100 × 300 ആണ് അല്ലേ. ഇവിടെ 2 പൂജ്യം മാറ്റി വെക്കുക, ഇവിടെയും 2 പൂജ്യം മാറ്റി വെക്കുക അല്ലേ. അറ്റത്തുള്ള പൂജ്യം മാറ്റി വെക്കുക കേട്ടോ, നടുക്കുള്ളൊന്നും എഴുതി പോയി മാറ്റി വെക്കല്ലേ. അറ്റത്തുള്ളത് അത് കഴിഞ്ഞ് പിന്നെ വേറൊരു നമ്പർ ഉണ്ടാകാൻ പാടില്ല. പൂജ്യം തന്നെയാണെങ്കിൽ ആ പൂജ്യങ്ങളെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 2 ഇവിടെ 2 അല്ലേ, 4 പൂജ്യം മാറ്റി വെക്കുക. എന്നിട്ട് 1 × 3 ചെയ്യാം, 3 അല്ലേ. അപ്പോൾ 3 പിന്നെ 4 പൂജ്യം ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ 30,000 എന്നാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കൂ, 5 × 100 500 അല്ലേ. 8 × 100 800, 10 × 100 1000. അങ്ങനെ അതാ ഇങ്ങനെ എഴുതുക കേട്ടോ. ടീച്ചർ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, നിങ്ങളെ നോട്ട്ബുക്കിൽ എന്താക്കുക, അങ്ങനെ ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ സ്റ്റഡി ട്രിപ്പാണ് ഇനി അടുത്തത്. എന്താണ് സ്റ്റഡി ട്രിപ്പ്? 40 children of class 4, 3 teachers and 2 parents went to Game City. അങ്ങനെ 40 കുട്ടികൾ, ക്ലാസ് 4ലുള്ള 40 കുട്ടികളും 3 ടീച്ചേഴ്സും 2 പാരൻസ് എന്താണ് ഗെയിം സിറ്റിയിൽ പോയി അല്ലേ. ടിക്കറ്റ്സ് ആർ 100 rupees ഫോർ അഡൽട്ട് ആൻഡ് 50 rupees ഫോർ ചിൽഡ്രൻ അല്ലേ. എന്താണ് അഡൽട്ടിന് വലിയ ആൾക്കാർക്ക് എന്താണ് 100 രൂപയും അതുപോലെ 50 രൂപ കുട്ടികൾക്കുമാണ് അല്ലേ. ഹൗ മച്ച് ഷുഡ് ദേ പേ? അങ്ങനെയാണെങ്കിൽ അവർ എത്ര പേ ചെയ്തു? അപ്പോൾ നമുക്ക് നോക്കിയാൽ 40 ചിൽഡ്രൻ ആണല്ലോ അല്ലേ. അപ്പോൾ കുട്ടികളാണല്ലോ അല്ലേ, 40 ചിൽഡ്രൻ അല്ലേ. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്ക് എത്രയാണ് 50 rupees ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 40 × 50 ചെയ്യാം അല്ലേ. അതിനെ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. പിന്നെ എന്താ 3 ടീച്ചേഴ്സും 2 പാരൻസും അല്ലേ, അവർ വലിയ ആൾക്കാരല്ലേ. അപ്പോൾ 3 ടീച്ചേഴ്സും 2 പാരൻസും 5 ഉണ്ട് അല്ലേ, വലിയ ആൾക്കാർ 5 ഉണ്ട് അല്ലേ. അപ്പോൾ 5 × പിന്നെ ഒരു അഡൽറ്റിന് എത്രയാണ് വലിയ ആൾക്കാർക്ക് 100 ആണ് അല്ലേ. അപ്പോൾ 5 × 100 500. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടി പ്ലസ് ചെയ്താൽ മതി അല്ലേ. ഓക്കെ, അപ്പം നിങ്ങളിതാ ഇവിടെ ചെയ്യുക കേട്ടോ, ഇവിടെ ചെയ്യുക. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? 40 × 50. ആദ്യം 40 × 50 നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 40 × 50 40 × 50. ടീച്ചർ പറഞ്ഞ മാതിരി ആദ്യം എന്താക്കുക, 0 മാറ്റി വെക്കുക അല്ലേ. 0 മാറ്റി വെച്ചിട്ട് എന്താക്കുക, നമ്പേഴ്സ് മാത്രം ഇൻറ്റു അല്ലേ. അപ്പോൾ 4 × 5 എത്ര? 20 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈക്വൽ ടു ആദ്യം 20 എന്ന് എഴുതുക. ഓക്കെ, 20 എന്ന് എഴുതുക. എന്നിട്ട് മാറ്റി വെച്ച് 2 പൂജ്യം അല്ലേ, അതുകൊണ്ട് എഴുതുക അല്ലേ. ഇതിൻ്റെ കൂടുതലായിട്ട് എഴുതുക. അപ്പോൾ 2000 ആയി അല്ലേ, കുട്ടികൾക്ക് 2000 ആയി. ഇനി വലിയ ആൾക്കാർക്ക് അല്ലേ 3 2 5 വലിയ ആൾക്കാരാണല്ലോ അല്ലേ. അപ്പോൾ 5 × 100 അല്ലേ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ 5 × 100 എന്ന് അവിടെ എഴുതുക കേട്ടോ. ടീച്ചറോടെ സ്ഥലം ലേറ്റാണ് ഇങ്ങനെ എഴുതുന്നത്. 5 × 100 5 × 100 എങ്ങനെ ചെയ്യുക? ടീച്ചർ പറഞ്ഞാൽ എങ്ങനെ എഴുതുക? 0 മാറ്റി വെക്കുക അല്ലേ. എന്നിട്ട് എന്താക്കുക, 5 ഇവിടെ 1 ആയതുകൊണ്ട് 5 × 1 5 അല്ലേ. അപ്പോൾ 5 പിന്നെ 2 പൂജ്യം അവിടെ എഴുതി കൊടുത്താൽ മതി അല്ലേ. 500. ഓക്കെ, അപ്പോൾ വലിയ ആൾക്കാർക്ക് 500, മൊത്തം കുട്ടികൾക്ക് 2000 അല്ലേ. അങ്ങനെ മൊത്തം അല്ല 2 കൂട്ടർക്കും കൂടി, വലിയ ആൾക്കും ചെറിയ കുട്ടികൾക്കും കൂടി എത്ര പേ ചെയ്തു? ആദ്യം 2000 ആയില്ലേ. 2000 വലിയവർക്ക് 500 അല്ലേ. അപ്പോൾ എന്താക്കുക, 2000 + 500 എന്ന് എഴുതുക. ഓക്കെ, 2000 + 500. ഓക്കെ, + 500. അപ്പോൾ എത്ര കിട്ടുക? 2000 + 500 2500. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഈക്വൽ ടു എത്ര കിട്ടുക? 2500. ഓക്കെ, രണ്ടും കൂടി കൂട്ടിയാൽ 2500 കേട്ടോ. 2500 കിട്ടും കേട്ടോ. നിങ്ങളത് ചെയ്യുക കേട്ടോ, വൃത്തിയിൽ എഴുതേ. ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയാൽ അടുത്തത് എന്താ വരുന്നത്? അടുത്തത് എന്താ? എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദ പ്രോഡക്റ്റ്, റൈറ്റ് വാട്ട് യു ഫൗണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ പ്രോഡക്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യലി കാണുന്നുണ്ടോ? 1 × 96 എത്രയാ? 96 അല്ലേ. 2 × 48 എത്രയാ? അതും 96 അല്ലേ. 4 × 24 എത്രയാ? ചെയ്ത് നോക്ക്, 96. 8 × 12 എത്രയാ? 96 അല്ലേ.
ഓക്കെ 16 ഇൻറ്റു 6 എത്രയാണ്? 6 6 36 ഒരു 6 6 6നോട് 3 കൂട്ടി 90 അല്ലേ, 96 അല്ലേ. 32 ഇൻറ്റു 3 96 അല്ലേ, 96 അല്ലേ. അപ്പോൾ നോക്കിയേ ഇവിടെ എന്താണ് നിങ്ങൾ സ്പെഷ്യൽ കാണുന്നത്? എല്ലാം ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടിയിരിക്കുന്നത്? 96 ആണ് അല്ലേ. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ തോന്നുന്നുണ്ടോ? നോക്കിയാൽ 96ൻ്റെ പകുതി അല്ല 48 അല്ലേ. അപ്പോൾ അതിന് രണ്ടിനോട് ഇൻറ്റു ചെയ്തപ്പോൾ ആണ് എന്ത് കിട്ടുന്നത്? അവിടെ 96 കിട്ടിയത് അല്ലേ. ഇനി നോക്കിയേ ഇതിൻ്റെ പകുതിയല്ലേ ഇത്. അപ്പോൾ എന്താണ് അതിൻ്റെ പകുതി പറയുമ്പോൾ എന്താണ്? ഇതിൻ്റെ ഇരട്ടിനോട് ഇത് ഇൻറ്റു ചെയ്യുക അല്ലേ. അപ്പോൾ 4 അല്ലേ, 4നോട് 24 ഇൻറ്റു ചെയ്താൽ 96 അല്ലേ. ഇതിൻ്റെ പകുതി ഇത്, ഇതിൻ്റെ ഇരട്ടി ഇതിനോട് ഇൻറ്റു ചെയ്യുക, അപ്പോൾ നമ്മൾ 96. ഇനി ഇതിൻ്റെ പകുതിനോടും ഇതിൻ്റെ ഇരട്ടിനോട്, ആദ്യത്തേൻ്റെ ഇരട്ടിയും രണ്ടാമത്തേൻ്റെ പകുതിനോട് ഇൻറ്റു ചെയ്താലും സെയിം തന്നെ അല്ലേ. ഓക്കെ ദെൻ അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ എത്രയാണ്? 96 ആണ് കേട്ടോ. ഓക്കെ, ഈ വാൾ കൺസ്ട്രക്ഷൻ ആണ്. See how bricks for a constructing a wall are stacked on the ground, 3 rows with 5 bricks in each layer, and there are 4 such layers. How many bricks in all? നോക്കിയേ എത്ര ബ്രിക്സ് ആണ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് വാൾ ഉണ്ടാക്കാൻ അല്ലേ. ഗ്രൗണ്ടിൽ അവിടെ അട്ടിക്ക് വെച്ചിരിക്കുകയാണ് അല്ലേ, ഈ ചുമരുണ്ടാക്കാൻ വേണ്ടി, മതിലുണ്ടാക്കാൻ വേണ്ടി അല്ലേ. 3 റോസ് എന്താണ് 3 റോസ് ഉണ്ട് അല്ലേ. 1 2 3 ഓരോന്നിൽ എത്ര ബ്രിക്സ് ആണ്? ഓരോ ലെയറിൽ 5 ബ്രിക്സ് ആണ് അല്ലേ. അങ്ങനത്തെ there are 4 such layers, അങ്ങനത്തെ 4 ലെയേഴ്സ് ഉണ്ട് അല്ലേ. അങ്ങനെയാണ് എത്ര ബ്രിക്സ് ഉണ്ട് എല്ലാം കൂടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം? ആദ്യം എന്താണ് 3 റോ ഉണ്ട് അല്ലേ. ഓരോ റോയിൽ എത്ര 5 ബ്രിക്സ് അല്ലേ. അപ്പോൾ മൊത്തം എത്ര ബ്രിക്സ് ഉണ്ട്? 3 × 5 അല്ലേ. അപ്പോൾ നമുക്കത് 3 × 5 എന്ന് എഴുതാം. ഓക്കെ 3 × 5 3 × 5 എത്രയാണ്? 15 അല്ലേ. അപ്പോൾ ഒരു അടുക്കിൽ എത്രയാണ്? 15 ബ്രിക്സ് ആണ് ഉള്ളത് അല്ലേ. ഓക്കെ 15 ബ്രിക്സ് ആണ് അല്ലേ. അങ്ങനത്തെ 4 അടുക്ക് ലെയേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര ബ്രിക്സ് ഉണ്ട്? അപ്പോൾ ഒരു ലെയറിൽ എത്രയാണ്? 15 എണ്ണമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 4 ലെയറിൽ എത്ര ആയിരിക്കും? 4 × 15 ചെയ്ത് വെക്കുക കേട്ടോ. അത് അടി ചെയ്യുക കേട്ടോ. 4 × 15 അല്ലേ. 4 × 15 ചെയ്താൽ എത്രയാണ് നമുക്ക് കിട്ടുക? നിങ്ങൾ ചെയ്ത് നോക്കിയാൽ 4 × 15 5 4 20 അല്ലേ. 20 2 ശിഷ്ടം പിന്നെ ഒരു 4 4നോട് 2 കൂട്ടി എത്രയാ? 6 അല്ലേ. അപ്പോൾ 60. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക? 60 ബ്രിക്സ് അല്ലേ. 60 ബ്രിക്സ് ആണ് മൊത്തം ഉള്ളത്. ഓക്കെ മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് എന്താ? പ്രോഡക്റ്റ് ഓഫ് ഡിജിറ്റ്. ഡിജിറ്റിൻ്റെ പ്രോഡക്റ്റ് ആണ്. ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ഓൾ ദ ഡിജിറ്റ്സ് ഓഫ് ദ നമ്പർ 1 2 3. ഈ 123 എന്ന് പറഞ്ഞ ഈ നമ്പറിൻ്റെ എല്ലാ ഡിജിറ്റും ഒന്ന് ഇൻറ്റു ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 123 അല്ലേ. അപ്പോൾ 1 × 2 × 3 അല്ലേ. 1 × 2 × 3 എത്ര കിട്ടുക? ഈ നമ്പർ 1 2 3 അല്ലേ, അതെല്ലാം ഇൻറ്റു ചെയ്യുക. അപ്പോൾ 1 × 2 × 3 അല്ലേ. അപ്പോൾ 1 × 2 × 3 എത്രയാണ്? 1 × 2 2 × 3 6 അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എന്താ? 6 കിട്ടും അല്ലേ. വാട്ട് അബൌട്ട് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഡിജിറ്റ് 121? 121ൻ്റെ ഡിജിറ്റിൻ്റെ പ്രോഡക്റ്റ് എന്താ? 1 × 2 × 1 അല്ലേ. അപ്പോൾ 1 × 2 2 2 × 1 2 അല്ലേ. അപ്പോൾ 2 ആണ് കിട്ടുക അല്ലേ. ക്യാൻ യു ഫൈൻഡ് 3 ഡിജിറ്റ് നമ്പർ വിത്ത് പ്രോഡക്റ്റ് ഓഫ് ദ ഡിജിറ്റ് 2 3 5 and 7? അങ്ങനെയാണെങ്കിൽ ഈ ഡിജിറ്റ് ഈ 2 3 5 and 7 എന്ന് പറഞ്ഞ ആ ഡിജിറ്റുകളെ 3 ഡിജിറ്റിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. കണ്ടുപിടിക്കാൻ കഴിയുമോ? യെസ് അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞത്? പ്രോഡക്റ്റ് അല്ലേ. അത് 3 കൂടി പ്രോഡക്റ്റ് ചെയ്താൽ 2 കിട്ടും, 3 കിട്ടും, 5 കിട്ടും, 7 കിട്ടും അല്ലേ. ആ നമ്പേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ആൻസറാണ് 2. ഇവിടെ പ്രോഡക്റ്റ് കിട്ടിയ ആൻസർ 2 വന്നില്ലേ. അതേപോലെ ഇത് പ്രോഡക്റ്റ് വരുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെയൊക്കെ എഴുതാം നോക്കിയേ. ഓക്കെ അപ്പോൾ നമുക്ക് 2ൻ്റെ എങ്ങനെ എഴുതാം? നമുക്ക് 3 നമ്പർ അല്ലേ 3 ഡിജിറ്റ് എഴുതാം. 1 1 2 എന്ന് എഴുതാം അല്ലേ. അതിന് നമുക്ക് എന്താക്കുക? 1 1 2 എന്ന് എഴുതാം, 1 2 1 എഴുതാം, 2 1 1 എഴുതാം. അതൊക്കെ പ്രോഡക്റ്റ് ചെയ്ത് നോക്കിയാൽ 2 × 1 2 2 × 1 2 അല്ലേ. അതാണ് 2 ആൻസർ കിട്ടുക. ഈ 3ൻ്റെ നോക്കിയാൽ 1 1 3 അല്ലേ. 1 1 3 അറിയാം, 1 3 1 അറിയാം, 3 1 1 എന്നറിയാം. അപ്പോൾ ഓരോന്നും പ്രോഡക്റ്റ് ചെയ്ത് നോക്കിയാൽ 3 × 1 3 3 × 1 3 അതിൽ ആൻസർ കിട്ടുക. അതേപോലെ 1 × 3 3 3 × 1 3 അല്ലേ. പിന്നെ 1 × 1 1 1 × 3 3 അല്ലേ. ഇനി 5 അതേപോലെ 1 1 5 അല്ലേ. അപ്പോൾ എന്താണ് 1 1 5 അല്ലേ. 115 എഴുതാം അല്ലേ. ഇതിൻ്റെ ഇതൊക്കെ 1 × 1 1 1 × 5 5 അല്ല ആൻസർ കിട്ടുന്നത്. ദെൻ 1 × 5 എത്രയാണ്? 5 5 × 1 5 അല്ലേ. അപ്പോൾ 151 പറയാം. ഇനി 511 പറയാം അല്ലേ. അത് 3 കൂടി ഇൻറ്റു ചെയ്ത് നോക്കിയാൽ 5 അല്ല കിട്ടുന്നത്. ഓക്കെ ഇനി 7ൻ്റെതോ 1 1 7 അല്ലേ. അപ്പോൾ 117 എഴുതാം, 171 എഴുതാം, 711 എഴുതാം അല്ലേ. ഇത് 3 പ്രോഡക്റ്റ് ചെയ്ത് നോക്ക് 7 അല്ല ആൻസർ കിട്ടുന്നത് ആണ് അല്ലേ. ഓക്കെ
നെക്സ്റ്റ് എന്താണ് ടു ദ ബാങ്ക് ആണ് കേട്ടോ, ബാങ്കിലേക്ക്. മിത്രാസ് മദർ വെൻ ടു ദ ബാങ്ക് ടു വിഡ്രോ സം മണി. മിത്രാൻ്റെ അമ്മ എന്താണ് ബാങ്കിലേക്ക് പോയി കുറച്ച് പൈസ എന്താണ് എടുക്കാൻ വേണ്ടിയിട്ട്. ഷീ ഗോട്ട് 3 ബണ്ടിൽസ് ഓഫ് 50 റുപ്പീ നോട്ട്സ്. അപ്പോൾ എന്താണ് മിത്രാൻ്റെ അമ്മക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ് 50 റുപ്യൻ്റെ 3 ബണ്ടിലാണ് അല്ലേ, ഓരോന്നിനും 100 നോട്ട് വീതം ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് മണി ഇൻ ഓൾ, എല്ലാ പൈസയും കൂടി എത്ര ആയെന്ന് വെച്ചത്. അപ്പോൾ നോക്കിയേ 50 റുപ്യാണ് ഓരോന്നിൽ അല്ലേ, 3 ബണ്ടിലായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു ബണ്ടിൽ എത്രയായിരിക്കും 50 × 100 അല്ലേ. അപ്പോൾ 50 × 100 ചെയ്യുക, അപ്പോൾ എത്ര കിട്ടും 5000 അല്ലേ. നമ്മൾ 0 മാറ്റി വെച്ചിട്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇവിടെ 50 × നമുക്ക് 50 × 100 ചെയ്യാം അല്ലേ. 50 × 100. അപ്പോൾ 50 × 100 എന്താ ഞാൻ പറഞ്ഞിരുന്നത് എങ്ങനെയായിരുന്നു, 5 എഴുതുക, എന്നിട്ട് എന്താണ് 3 പൂജ്യങ്ങൾ മാറ്റി, ഇവിടുത്തെ ഒരു പൂജ്യം ഇവിടെ 2 പൂജ്യങ്ങൾ മാറ്റി വെച്ചിട്ട് 5 × 1 ചെയ്താൽ 5 അല്ലേ. പിന്നെ ഈ 3 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ 5000 ആണ് എന്ത് വരുന്നത് ഓരോന്നിനും വരുന്നത് അല്ലേ, 5000 വരും. ഓക്കെ, 5000 വരും. ദെൻ നെക്സ്റ്റ് എന്താണ് 3 ഒരു ബണ്ടിലാണ് 5000. അപ്പോൾ 3 ബണ്ടിലോ 3 × 5000 ഇത് അല്ലേ. 3 ബണ്ടിൽ എത്രയാണ്, ഒരു ബണ്ടിൽ 5000 ആണ്, 3 ബണ്ടിൽ എത്രയാണ് 3 × 5000. മൊത്തം എത്രയാണ് 3 × 5000 അല്ലേ. അപ്പോൾ 3 × 5000 എന്ന് പറഞ്ഞാൽ എത്ര, 3 പൂജ്യം മാറ്റി വെക്കുക അല്ലേ. എന്നിട്ട് 3 × 5 ചെയ്യുക, അപ്പോൾ എത്ര കിട്ടും 15 എന്ന് കിട്ടും അല്ലേ. എന്നിട്ട് എന്താക്കുക, മാറ്റി വെച്ച 3 പൂജ്യം കൊണ്ട് എഴുതുക അല്ലേ. 1 2 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 15000. അപ്പോൾ അമ്മക്ക് കിട്ടിയിരിക്കുന്ന മൊത്തം പൈസ എത്രയാണ് 15000 ആണ് അല്ലേ. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് എന്താന്ന് നോക്കിയേ, മാത്ത് മാഗസിൻ ആണ്. സീ ദ നമ്പർ പാറ്റേൺ ശ്രവ്യ മെയ്ഡ് ഫോർ ദ മാത്ത് മാഗസിൻ. അപ്പം ഇവിടെ നോക്കിയേ മാത്ത് മാഗസിനിൽ ശ്രവ്യ ഉണ്ടാക്കിയതാണ് ഈ പാറ്റേൺ അല്ലേ. വാട്ട് ആർ ദർ സ്പെഷ്യാലിറ്റീസ്, എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് നോക്കിയേ. 1 × 1 അല്ലേ. ഇനി അടുത്ത എന്താ 4 ആണെന്ന് കൊടുക്കുമ്പോൾ എന്താണ് 2 × 2 അല്ലേ. 2 × 2 4 ആണ് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്താണ് 1 + 3 എന്ന് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് 9 ആണ്. 3 × 3 9 അല്ലേ. ഇനി 4 × 4 16. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ, ഇതിനോട് ഇങ്ങനെ ഈ ഓഡ് നമ്പർ കൂട്ടി പോവുകയാണ് അല്ലേ. അപ്പോൾ ഇതിനോട് ഓഡ് നമ്പർ കൂട്ടി പോവുക. അപ്പോൾ അടുത്ത 4 ലൈൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത 4 ലൈൻ എന്തായിരിക്കും. അതേപോലെ ഇത് നോക്കിയാൽ 2നെ 1 × 2 2 അല്ലേ. പിന്നെ 6നെ 2 × 3, അപ്പോൾ 2 + 4 അല്ലേ. ഈ 12 3 × 4 ആണ് അല്ലേ. അപ്പോൾ ഇതോ 2 + 4 + 6 ഈവൻ നമ്പർ കൂട്ടി പോവുകയാണ് അല്ലേ. ഈ 4 × 5 20 ആണ് അല്ലേ. അപ്പോൾ 2 + 4 + 6 + 8 എത്ര 20 തന്നെ അല്ലേ. അപ്പോൾ അടുത്ത നെക്സ്റ്റ് 4 ലൈൻ എഴുതാനാണ് പറഞ്ഞത്. അപ്പം നോക്കൂ 1 + 3 + 5 + 7 + 9 അല്ലേ. നമ്മൾ ഈ എന്താണ് ഈവൻ നമ്പർ അല്ല ഓഡ് നമ്പറാണ് ഇവിടെ ആഡ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അവിടെ 1 × 1 1, 2 × 2 4, 3 × 3 9, 4 × 4 16, 5 × 5 25, 6 × 6 36 അല്ലേ. 7 × 7 49, 8 × 8 എത്ര 64 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈവൻ ഇവിടെ എന്താവും ഓഡ് നമ്പറാണ് പ്ലസ് ചെയ്ത് പോകുന്നത് അല്ലേ. 1 + 3 അടുത്തടുത്തുള്ള ഓഡ് നമ്പർ അല്ലേ. 1 + 3 + 5 എത്രയാണ് 9 അല്ലേ. ഇനി എന്താണ് 1 + 3 + 5 + 7 16 അല്ലേ. അടുത്ത് 1 + 3 + 5 + 7 + 9 എത്രയാണ് 25. ഇനി 1 + 3 + 5 + 7 + 9 + 11 എത്ര 36. ഇനി അതിൻ്റെ അടുത്ത നമ്പർ 11 കഴിഞ്ഞിട്ടുള്ള അടുത്ത ഓഡ് നമ്പർ ഏതാ 13 അല്ലേ. 13 ആഡ് ചെയ്യുക അല്ലേ. 1 + 3 + 5 + 7 + 9 + 11 + 13 = 49. നെക്സ്റ്റ് 13 കഴിഞ്ഞിട്ടുള്ള ഓഡ് നമ്പർ ഏതാണ് 15 ആണ് അല്ലേ. അപ്പോൾ 1 + 3 + 5 + 7 + 9 + 11 + 13 + 15 = 64 അല്ലേ. അപ്പോൾ സെയിം നമ്പർ ഇൻഡ് ചെയ്താൽ അത്രയും നമ്പർ അല്ലേ. ഇവിടെ ഇപ്പോൾ 5 അല്ലേ. അപ്പോൾ 5 ഓഡ് നമ്പർ ആണ് എന്താക്കുന്നത് ഇവിടെ പ്ലസ് ചെയ്യുന്നത്. 1 2 3 4 5 അല്ലേ. അടുത്തടുത്തുള്ള 5 ഓഡ് നമ്പർ പ്ലസ് ചെയ്താലും ആ സെയിം നമ്പർ ഇൻഡ് ചെയ്ത് 5 5 × 5 ഇൻഡ് ചെയ്താൽ സെയിം ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. മനസ്സിലായല്ലോ. ഇനി ഇവിടെ നോക്കിയാൽ ഇനി 2 ഇതിൽ അല്ലേ. ഇവിടെ 1 × 2 ആണ് 2 അല്ലേ. പിന്നെ 2 × 3 6 ആണ്. ഇവിടെ എന്താണ് 2 എണ്ണമല്ലേ ഉള്ള വരുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ 2 + 4 ഈ 2 ഈവൻ നമ്പർ അടുത്തടുത്തുള്ള 2 ഈവൻ നമ്പർ പ്ലസ് ചെയ്തപ്പോൾ 6 കിട്ടി. ഇനി അടുത്ത് നമുക്ക് 2 ഈവൻ നമ്പർ അടുത്തടുത്തുള്ള 3 ഈവൻ നമ്പർ പ്ലസ് ചെയ്താൽ 12. അതുപോലെ 3 × 4 12 അടുത്തടുത്തുള്ള നമ്പർ ഇൻറ്റു ചെയ്യണം അല്ലേ. ഇത് 1നോട് 1 കൂട്ടിയാൽ 2 അല്ലേ. 1 × 2 ഇവിടെ 2നോട് 1 കൂട്ടിയാൽ 3 അല്ലേ. അപ്പോൾ 2 × 3. ഇനി 3നോട് 1 കൂട്ടിയാൽ എത്രയാണ് 4 അല്ലേ. 3 × 4. ഇനി 4നോട് 1 കൂട്ടിയാൽ എത്രയാണ് 5 അല്ലേ. അപ്പോൾ 4 × 5 അല്ലേ. അപ്പോൾ ഇൻറ്റു ചെയ്ത് ഇനി അടുത്ത് എന്തായിരിക്കും അടുത്തത് 4 അല്ലേ. ഇവിടെ കഴിഞ്ഞ് 5 × 6 അല്ലേ.
അപ്പോൾ നമുക്ക് എന്താ 5 6 30 അല്ലേ. അപ്പോൾ അടുത്തടുത്തുള്ള എത്ര ഓഡ് നമ്പറാണ് അല്ല ഈവൻ നമ്പറാണ് പ്ലസ് ചെയ്യുന്നത് നോക്കിയേ. ഇവിടെ 4 ഇവിടെ 4 ഇവിടെ 4 അല്ലേ. ഇവിടെ 5 ആയപ്പോൾ ഇവിടെ 5 അടുത്തടുത്തുള്ള 5 ഈവൻ നമ്പർ പ്ലസ് ചെയ്യുക. 2 + 4 + 6 + 8 + 10. ഓക്കെ, ഇനി അടുത്ത എന്താണ് 6 × 7 അല്ലേ 42 ആണ്. അപ്പോൾ അടുത്തടുത്തുള്ള ഇവിടെ 6 അല്ലേ. അപ്പോൾ അടുത്തടുത്തുള്ള 6 ഈവൻ നമ്പർ പ്ലസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ സെയിം നമ്പർ കിട്ടും. അപ്പോൾ 2 + 4 + 6 + 8 + 10 + 12. അടുത്തതോ എ അല്ലേ. അപ്പോൾ അടുത്ത 12 കഴിഞ്ഞിട്ട് അടുത്ത് ഈവൻ നമ്പർ ഏതാ 14 അല്ലേ. അതും കൂടി പ്ലസ് ചെയ്യുക. 2 + 4 + 6 + 8 + 10 + 12 + 14 56 അല്ലേ. അപ്പോൾ 7 × 8. അടുത്ത എന്താണ് 7 കഴിഞ്ഞിട്ട് 8 8 × 9 എത്ര അടുത്തടുത്തുള്ള 8 ഈവൻ നമ്പർ എന്താണ് പ്ലസ് ചെയ്യുക അല്ലേ ഫസ്റ്റ് മുതൽ. ഓക്കെ, അപ്പോൾ 14 കഴിഞ്ഞിട്ട് എത്ര 16 ആണ് അടുത്ത ഈവൻ നമ്പർ അല്ലേ. അപ്പോൾ 2 മുതൽ തുടങ്ങുക. 2 + 4 + 6 + 8 + 10 + 12 + 14 + 16 എത്രയാണ് 72 അല്ലേ. അപ്പോൾ 8 × 9 എന്ന് പറഞ്ഞാലും 72 ആണ്. മനസ്സിലായോ? ഓക്കെ, ദെൻ ഇനി നോക്കി നമുക്ക് 1 + 3 + 5 + 7 + അടുത്ത നമ്പർ അല്ലേ എത്ര വരിക എക്സെട്ര 19 വരെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടെ എത്രയാണ് നമുക്ക് 19. അപ്പോൾ നമുക്ക് എത്ര 19 വരെയാണ് അല്ലേ. 19 വരെ ആകുമ്പോൾ എന്താണ് 1 മുതൽ 19 വരെയാണ്. അത്രയും ഓഡ് നമ്പറാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് എത്ര നമ്പറാണ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താക്കുക 19നോട് 1 കൂട്ടുക 20 20നോട് 2 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 10 നമ്പർ അവിടെ വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ 10 × 10 അല്ലേ. 10 × 10 എത്രയാണ് 100 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക ഇവിടെ 100 എന്ന് എഴുതാം. ഇവിടെ ആൻസർ 100. ഓക്കെ, 100 എന്ന് എഴുതുക. എന്നിട്ട് ഈക്വൽ ടു എത്രയാണ് ഇതിൻ്റെ 10 × 10 × 10. ഇവിടെ സ്ഥലമായിട്ടാണ് നിങ്ങൾ അങ്ങനെ എഴുതുക കേട്ടോ. അവിടെ 10 × 10. ഇനി ഇവിടെ 99 അല്ലേ വന്നിരിക്കുന്നത് 99 വരെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 99നോട് 1 കൂട്ടി എത്ര 100. 100ൻ്റെ പകുതി എത്ര 50 അല്ലേ. അപ്പോൾ ഇവിടെ എന്താക്കുക 50 × 50 എന്ന് എഴുതി അല്ലേ. 50 × 50 എത്രയുടെ 20 50 × 50 എത്രയാണ് അപ്പോൾ 2 0 മാറ്റി വെക്കുക അല്ലേ. 5 × 5 ചെയ്യുക. എന്നിട്ട് 25 ഇടുക. എന്നിട്ട് 2 0 ഇട്ട് കൊടുക്കുക. 2500 അല്ലേ. ഈക്വൽ ടു 50 × 50 എഴുതുക. 50 × 50. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ഇതെന്താ ഈവൻ നമ്പറിൻ്റെ അല്ലേ. ഇപ്പോൾ 2 4 6 8 എക്സെട്ര 10 വരെ അല്ലേ. അപ്പോൾ നമ്മളെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു നമ്മളത് എത്ര നമ്പറാണോ അത്രയും എങ്ങനെയായിരുന്നു ഇവിടെ ഇവിടെ 2 നമ്പറാണ് ഇവിടെ 2 അല്ലേ. ഇവിടെ 3 നമ്പറാണ് ഇവിടെ 3 അല്ലേ. ഇവിടെ എത്ര നമ്പറാണ് അതാണ് വരിക. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത നമ്പറായിട്ട് ഇൻറ്റു ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ നോക്കിയാൽ ഇവിടെ എങ്ങനെ ചെയ്യാം നമ്മൾ ഇവിടെ എത്ര നമ്പറാണ് എത്ര നമ്പറാണ് 1 2 3 4 അല്ലേ. അപ്പോൾ 20 അല്ലേ. 20ൻ്റെ പകുതി എത്ര 10 നമ്പറാണ് അല്ലേ. ഇവിടെ നോക്കിയാൽ 2 നമ്പറാകുമ്പോൾ 2 അല്ലേ. എത്ര നമ്പറാണോ നോക്കുക. അപ്പോൾ ഇത് എത്ര നമ്പറാണെന്ന് കിട്ടണേ എന്താ ചെയ്യേണ്ടത് നോക്കിയേ. ഇവിടെ 2 നമ്പറല്ലേ. ലാസ്റ്റ് 4 ആണ് അല്ലേ. 4ൻ്റെ പകുതി 2. ഇവിടെ നോക്കി ലാസ്റ്റ് 6 അല്ലേ. 6ൻ്റെ പകുതി 3 ആണല്ലോ ഇവിടെ വരുന്നത്. ഇനി ഇത് എത്രയാണ് ലാസ്റ്റ് 8. 8ൻ്റെ പകുതി എത്രയാണ് 4 അല്ലേ. 1 2 3 4. ഓക്കെ, അങ്ങനെ വരിക കേട്ടോ. അപ്പോൾ 20 അല്ലേ വരുന്നത്. അപ്പോൾ 20ൻ്റെ പകുതി 10 കേട്ടോ. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ കിട്ടുക 10 × അതിൻ്റെ തൊട്ടടുത്ത നമ്പർ ഏതാണ് 11 അല്ലേ. അപ്പോൾ 10 × 11 അല്ലേ. അപ്പോൾ 10 × 11 എത്രയാണ് ഇതെല്ലാം കൂടി പ്ലസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും നിങ്ങളിവിടെ എഴുതേണ്ടത് 110 കേട്ടോ. ഇവിടെ 110 ഇവിടെ 110. അപ്പോൾ 110 = 10 × 11 എഴുതുക കേട്ടോ. ഓക്കെ, ഇനി 110 ഈക്വൽ ടു കേട്ടോ. അപ്പോൾ 110 = 10 × 11 അല്ലേ. അടുത്ത എത്രയാണ് നമുക്ക് ചെയ്യുക 100 അല്ലേ ഇവിടെ. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ ഈക്വൽ ടു പറഞ്ഞിട്ട് എങ്ങനെ എഴുതുക 100ൻ്റെ പകുതി 50 അല്ലേ. അപ്പോൾ 50 × 51 അല്ലേ. 50 × 51 50 × 51 എത്രയാണ് നമുക്ക് 0 മാറ്റി വെക്കുക. എന്നിട്ട് 5 × 51 ചെയ്യാം അല്ലേ. അപ്പോൾ 5 25 അല്ലേ. അപ്പം 255 പിന്നെ ആ 0 കൂടി ഇട്ട് കൊടുക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് കിട്ടുക 2550 കിട്ടും കേട്ടോ. എത്രയാണ് 2550 ആണിത്. 0. ഓക്കെ, 2550 ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയേ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം.
എന്താ ഇവിടെ പറയുന്നത്? എ വാൾ ഈസ് ബീങ് ബിൽഡ് അറൌണ്ട് ആനിമൽ സ്കൂൾ അല്ലേ. ഇനി എന്താണ്, ഒരു ആനിമൽ സ്കൂളിൽ എന്താണ് അതിന് ചുറ്റിലും എന്താണ് ചുമര് പണിയണം. ഓക്കെ, മതിൽ പണിയണം. 3 മേസൺസും 2 ഹെൽപ്പേഴ്സും ആണ് വർക്ക് ചെയ്തത് അല്ലേ. അവരെന്താണ് 8 ദിവസം കൊണ്ട് അവർ വർക്ക് ഫിനിഷാക്കി. ഈച്ച് മേസൺ വാസ് പെയ്ഡ് 1000 rupees ആൻഡ് ഈച്ച് ഹെൽപ്പർ 800 rupees പെർ ഡേ. ഓരോ ദിവസവും എന്താണ് ഓരോ മേസനും 1000 രൂപയും ഹെൽപ്പറിന് 800 രൂപയാണ് ഓരോ ദിവസം. ഹൗ മച്ച് മണി വാസ് പെയ്ഡ് ഇൻ ഓൾ? അങ്ങനെയാണ് എത്ര പൈസ എന്താണ് എല്ലാം കൂടി പേ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര പൈസ ഒരു വാങ്ങിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ നോക്കിയാൽ, ഇവിടെ 3 മേസണല്ലേ ഉള്ളത്. അപ്പോൾ 3 മേസണും 8 ദിവസമാണ്. ആദ്യം നമുക്ക് മേസൻ്റെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മേസൻ്റെ ആദ്യം നോക്കാം കേട്ടോ. അതിൽ ആദ്യം എന്താണ് 3 മേസണാണ് അല്ലേ. അപ്പോൾ 3 ഇൻറ്റു പിന്നെ എത്ര ദിവസമാണ് അവർ വർക്ക് ചെയ്തത്? 8 ദിവസമാണ് വർക്ക് ചെയ്തത് അല്ലേ. അപ്പോൾ 8 3 ഇൻറ്റു 8 എല്ലാം കൂടി എത്ര 8 ദിവസമാണ് അല്ലേ. പിന്നെ എത്രയാണ് അവർ പേ ചെയ്തത്? 1000 അല്ലേ. അവർക്ക് വേണ്ടത് 1000 ആണ് ഓരോ ദിവസവും അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക 3 ഇൻറ്റു 8 ഇൻറ്റു 1000 എന്ന് എഴുതാം. ഓക്കെ, ഇസ് ഈക്വൽ ടു ഇനി നമുക്ക് എന്താണ് ഈ 3 പൂജ്യം ആദ്യം മാറ്റി വെക്കുക. എന്നിട്ട് 3 ഇൻറ്റു 8 എത്ര നോക്കുക. 3 ഇൻറ്റു 8 എത്രയാണ്? 24 അല്ലേ. 3 ഇൻറ്റു 8 സാർ എത്രയാണ്? 24 അല്ലേ. അപ്പോൾ 24 എന്ന് എഴുതുക. 24. എന്നിട്ട് ഈ 3 പൂജ്യം എന്താണ് മാറ്റി വെച്ചത് നമുക്ക് വിട്ടുകൊടുക്കുക അല്ലേ. അപ്പോൾ 3 മേസനും കൂടി വേണ്ടത് എത്രയാണ്? 24,000 ആണ് അല്ലേ. 3 മേസനും കൂടി വേണ്ടത് 24,000. ഇനി നമുക്ക് എന്താണ് മേസൺ എന്ന് എഴുതുക നിങ്ങൾ. എന്നിട്ട് ഇത് എഴുതേണ്ടത് ഓക്കെ മേസൺ, ഇത് മേസൻ്റെത്. ഇനി നമുക്ക് ഹെൽപ്പറിനാണ്. ഹെൽപ്പറിന് എഴുതുക നിങ്ങൾ. ഹെൽപ്പറിന് എഴുതുക. ഹെൽപ്പറിൻ്റെതാണ് അടുത്തത്. ഹെൽപ്പർ എത്ര ആൾക്കാരാണെന്ന് നോക്കിയാൽ ഹെൽപ്പർ 2 ഹെൽപ്പറാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക 2 ഇൻറ്റു ഓക്കെ ഒരു 8 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ 8 ദിവസം അല്ലേ. 8 ഇൻറ്റു 8 ഇൻറ്റു ഇനി ഓരോരുത്തർക്ക് എത്ര രൂപയാണ് പറഞ്ഞിരിക്കുന്നത്? ഹെൽപ്പറിന് 800 rupees അല്ലേ. അപ്പോൾ ഇൻറ്റു 800 നമുക്ക് എഴുതാം. ഓക്കെ 800. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യാം? നമുക്ക് ആദ്യം ഈ 2 പൂജ്യം ആദ്യം മാറ്റി വെക്കുക അല്ലേ. എന്നിട്ട് എന്താക്കുക, എന്നിട്ട് 2 പൂജ്യം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇൻറ്റു ചെയ്യാം അല്ലേ. 8 ഇൻറ്റു 8 എത്രയാണ്? 64. 64 ഇൻറ്റു 2 എത്രയാണ്? 64 ഇൻറ്റു 2 അല്ലേ. അപ്പോൾ 2 4 8ഉം 2 6 12 അല്ലേ. 128 വരും അല്ലേ. അപ്പോൾ 128 എന്ന് എഴുതാം നമുക്ക്. 128 അല്ലേ. എന്നിട്ട് മാറ്റി വെച്ച 2 പൂജ്യം എന്താക്കുക അവിടെ കൊടുക്കുക. പൂജ്യത്തിന് സ്റ്റൈലൊക്കെ പോകുന്ന ഭയങ്കര അല്ലേ. ഓക്കെ 0 അല്ലേ. അപ്പോൾ എത്രയാണ് ഹെൽപ്പറിന് 12,800 അല്ലേ. 12,800 റുപ്യാണ് 8 ദിവസം. മേസണിന് 24,000 അല്ലേ. അപ്പം എല്ലാം കൂടി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുക അല്ലേ. അപ്പോൾ എങ്ങനെ പ്ലസ് ചെയ്യാൻ നോക്കാം. നമുക്ക് 0 സൈഡിൽ പ്ലസ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ 0 പിന്നെ ഈ 8 അല്ലേ. 8 0 8 എത്രയാണ്? 8. ഓക്കെ ഇനി 4 2 എത്രയാണ്? 4 + 2 6. 2 + 1 എത്രയാണ്? 3 അല്ലേ. അപ്പം എല്ലാവർക്കും കൂടി എത്രയാണ്? 36,800 റുപ്യ എന്താണ് കൊടുക്കണം അല്ലേ. എല്ലാവർക്കും കൂടി 8 ദിവസം 36,800 റുപ്യ കൊടുക്കണം. 36,800 rupees ആണെന്ത് കൊടുക്കേണ്ടത്. ഓക്കെ മനസ്സിലായോ? ഇനി നമുക്ക് ഇത് തന്നെ വേറെ മെത്തേഡിലും ചെയ്യാട്ടെ. ഈ മെത്തേഡ് തന്നെ ചെയ്യണമെന്നില്ല. നമുക്ക് ആദ്യം എന്താക്കാം 3 മേസണിൻ്റെയും 2 ഹെൽപ്പറിൻ്റെയും ഒരു ദിവസത്തെ പൈസ ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് അത് ടോട്ടൽ ചെയ്തിട്ട് എന്താക്കുക 8നോട് ഇൻറ്റു ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 3 മേസണിന് എത്രയാണ്? ഒരു ദിവസം ആകുമ്പോൾ 3000 അല്ലേ. 3 ഇൻറ്റു 1000 3000. പിന്നെ 2 ഹെൽപ്പറിനാണെങ്കിൽ 2 ഇൻറ്റു 800 എത്രയാണ്? 1600 അല്ലേ. അപ്പോൾ 3000 + 1600 എത്രയാണ്? 4600 അല്ലേ. അപ്പോൾ ഈ 4600 ഇൻറ്റു പിന്നെ 8 ദിവസമല്ലേ. അപ്പോൾ 4600 ഇൻറ്റു 8 അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 36,800 കിട്ടും കേട്ടോ. 36,800 കിട്ടും. ഓക്കെ ഏത് മെത്തേഡിലും ചെയ്യാം. ഈ മെത്തേഡ് തന്നെ ചെയ്യണമെന്നില്ല. നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ വായിച്ചതിനനുസരിച്ച് ചെയ്യാം. അപ്പം നമുക്ക് എന്താണ് മാത്സ് ആണ് പല മെത്തേഡിൽ ചെയ്യുക അല്ലേ. നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡ് എന്താണോ അത് വെച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ.
ദ പ്രൈസ് ഓഫ് 6 pence ഈസ് 50 rupees. എന്താണ് 6 പെന്നിന് 50 റുപ്യാണ്. വാട്ട് ഇസ് ദ പ്രൈസ് ഓഫ് 15 such pence? അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ 15 പെന്നിന് എത്ര റുപ്യാന്ന് വെച്ചത്? അപ്പോൾ 6 പെന്നിനാണല്ലോ 50 റുപ്യ അല്ലേ? 6 പെന്നിന് 50 റുപ്യ ആണെങ്കിൽ ഒരു പെന്നിന് എത്ര നമുക്ക് ആദ്യം കണ്ടുപിടിച്ചൂടെ? ഒരു പെന്നിന് എത്രയെന്ന് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ എന്താക്കുക, അപ്പോൾ ഒരു പെന്നിന് കണ്ടുപിടിക്കാൻ എന്താണ് അതിൽ നല്ല നമുക്ക് എന്താണ് 6 പെന്നല്ലേ. അപ്പോൾ 6 പെന്നെന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചേ, 6 പെന്നിനാണിത് 50 റുപ്യ. അതിനാണെങ്കിൽ 3 പെന്നിന് എത്ര ആയിരിക്കും? 3 പെന്നിന് എത്രയാ? 6ൻ്റെ പകുതിയാണല്ലോ 3. അപ്പോൾ 50ൻ്റെ പകുതി എത്രയാ? 3 പെന്നിന് എത്രയാണ്? 50ൻ്റെ പകുതി എത്ര? 25 അല്ലേ? അപ്പോൾ 25 കൊടുക്കാം നമുക്ക് അല്ലേ? 3 പെന്നിന് 25 റുപ്യ. ഓക്കെ, അപ്പോൾ 6 പെന്നിന് എത്രയാണ്? 50 റുപ്യ അല്ലേ? അപ്പോൾ 3 പെന്നിന് എത്രയാണ്? 25 അല്ലേ? അപ്പോൾ 3 പെന്നിന് 25. മനസ്സിലായില്ല? 6ൻ്റെ പകുതി 3, അപ്പോൾ 3 പെന്നിന് അല്ലേ? അപ്പോൾ 50ൻ്റെ പകുതി എടുത്താൽ 25. ഇനി നമുക്ക് 15 പെന്നിനല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് 3 + 12 അല്ലേ? 3 + 12 അല്ലേ 15 എന്ന് പറയുന്നത് അല്ലേ? 3 + 12 ആണെന്ത് 15 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കാം? 6 + 6 അല്ലേ 12. അപ്പോൾ 6 പെന്നിന് 50. അപ്പോൾ 6 + 6 12 പെന്നിന് എത്രയായി? 100 ആയില്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ 12 പെന്നിന് എത്രയാ? 100 ആക്കി അല്ലേ? 12 പെന്നിന് 100. 12 പെന്നിന് 100 അല്ലേ? 6 പെന്നിന് 50 ആണെങ്കിൽ അതിൻ്റെ പകുതിയുള്ള 3 പെന്നിന് 25 റുപ്യ. അത് ഇവിടെ എഴുതി. ഇനി 6 പെന്നിന് 50 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയാണ് 6 + 6. 12 പെന്നിന് എത്രയാണ്? 100 റുപ്യ അല്ലേ? 50ൻ്റെ ഇരട്ടി എത്രയാണ്? 100 അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കാം? 3 + 12 ആണല്ലോ 15. അപ്പോൾ 15 പെന്നിന് എത്ര ആവും? അപ്പോൾ 25 100 കൂടി കൂട്ടിയാൽ പോരെ? അപ്പോൾ 100 + 25 ചെയ്യുക അല്ലേ? 100 + 25. 100 + 25 എത്രയാണ്? 125 അല്ലേ? അപ്പോൾ നമുക്ക് 15 പെന്ന് = നമുക്ക് എന്താക്കാം? 125 റുപ്യ എന്ന് പറയാം അല്ലേ? ഓക്കെ, മനസ്സിലായില്ലേ? 125 രൂപയാണ് 15 പെന്നിന് കേട്ടോ. ഓക്കെ, അങ്ങനത്തെ 15 പെന്നിൻ്റെ പ്രൈസ് ഓഫ് 15 such pen is equal to 100 + 25 = 125. സംഭവം മനസ്സിലായില്ല? 6 പെന്നിനാണ് 50. അപ്പോൾ അതിൻ്റെ പകുതിയാണ് 6ൻ്റെ പകുതിയാണ് 3 പെന്നിന് എത്രയാണ്? 50ൻ്റെ പകുതി 25. ഓക്കെ, ഇനി എന്താണ് നമുക്ക് 15 പെന്നിനാണ് കിട്ടേണ്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്? നമ്മൾ 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 + 12 15 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 6 പെന്നിന് 50 ആണെങ്കിൽ 6 + 6 12 പെന്നിന് എത്രയാണ്? 50 + 50 100 അല്ലേ? അപ്പോൾ നമുക്ക് 12 പെന്നിനും എത്രയാണ്? 100 എന്ന് കിട്ടി. 3 പെന്നിന് 25 കിട്ടി. അപ്പോൾ 3 + 12 ആണല്ലോ 15. അങ്ങനെയാണെങ്കിൽ 25 + 100 ആയിരിക്കും 15 പെന്നുകൾക്ക് 125 റുപ്യ കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? നെക്സ്റ്റ് എന്താ നോക്കിയാൽ സി ദ ഹൗ നമ്പേഴ്സ് ആർ മൾട്ടിപ്ലൈഡ്. ഇവിടെ നോക്കിയാൽ നമ്പേഴ്സ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കിയാൽ. നൗ ഫിൽ ദ എംപ്റ്റി സർക്കിൾ. ഇനി എന്താണ് എംപ്റ്റി സർക്കിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ 2ഉം ഇവിടെ 3 ആണല്ലേ? അപ്പോൾ ഇവിടെ ഈ കോളത്തിൽ ഈ നമ്പറും കൂടി ഇൻഡ് ചെയ്യുന്നതാണ് ഇത്. ടീച്ചർ കാണിച്ചു തരാം. ഇവിടെ ഈ നമ്പറാണ് ഇത് അല്ലേ? ഈ നമ്പറാണ് എന്ത്? ഈ നമ്പർ അല്ലേ? അപ്പോൾ ഈ കോളത്തിൽ ഈ അറ്റത്തുള്ള ഈ നമ്പറും ഈ അറ്റത്തുള്ള നമ്പറും കൂടി ഇൻഡ് ചെയ്ത നമ്പറായിരിക്കും ഇവിടെ 6 കിട്ടുന്നത് അല്ലേ? ഇനി ഈ കോളത്തിൽ ഏതാണ്? ഈ അറ്റത്തുള്ള ഈ നമ്പറും പിന്നെ ഈ നമ്പറും കൂടി ഇൻഡ് ചെയ്താൽ ഏറ്റവും മുകളിലത്തെ നമ്പറും ഏറ്റവും സൈഡിലത്തെ ഈ നമ്പറും ഇൻഡ് ചെയ്യുന്നതാണ് ഈ കോളത്തിൽ അല്ലേ? അപ്പോൾ 3 × 6 18 കിട്ടി. ഈ കോളത്തിലോ ഏറ്റവും ഈ റൗണ്ട് ചെയ്ത ഈ നമ്പറും പിന്നെയോ ഇവിടെ ഈ റൗണ്ട് ചെയ്ത് ഈ നമ്പറും കൂടി ഇൻഡ് ചെയ്താൽ 2 × 5 10 അല്ലേ? ഇനി നോക്കി ഈ കോളത്തിൽ എന്താണ്? ഈ നമ്പർ അല്ലേ? 5 പിന്നെ ഈ അറ്റത്തിൽ ഇത് 6 റൗണ്ട് ചെയ്ത നമ്പർ കൂടി ചെയ്ത് എത്ര? 30 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള എന്തായിരിക്കും എന്ന് പറഞ്ഞ്? ഇവിടെ ഉള്ള എന്തായിരിക്കും നോക്ക് മക്കളെ. ഇവിടെ എന്താണ്? ഇവിടെ 6 എന്ന് ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അറ്റത്തുള്ള ഈ നമ്പേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ? ഇവിടെ 1 തന്നിട്ടുണ്ട്, പിന്നെ ഇടയ്ക്കുള്ള നമ്പേഴ്സൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക എങ്ങനെയാണ് നോക്കിയാൽ ഇവിടെ 6 അല്ലേ? ഇവിടെ 15, ഇവിടെ 18. അപ്പോൾ ഇവിടെ എന്താണ്? 3ൻ്റെ മൾട്ടിപ്ലൈ ആയിട്ടാണ് പോകുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 3 എന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, ഇവിടെ എത്രയാണ്? 3 എന്ന് കൊടുക്കുക. പിന്നെന്താണ്? ഇപ്പോൾ 3നോട് എന്ത് ഇൻഡ് ചെയ്താൽ 6 കിട്ടുക? 2 അല്ലേ? ഇവിടെ നോക്കുക നമുക്ക്. ഇവിടെ 11 ആണല്ലോ, ഇവിടെ 22. അപ്പോൾ ഇതിനോട് എന്ത് ഇൻഡ് ചെയ്താലാണ് 22 കിട്ടുക? 2 അല്ലേ? അതേപോലെ ഇതിനോട് എന്ത് ഇൻഡ് ചെയ്താൽ 6 കിട്ടുക? 2 അല്ലേ? അപ്പോൾ ഇവിടെ 2 കേട്ടോ. ഇവിടെ എത്രയാണ്? 2. ഇവിടെ എത്രയാണ്? 3. ഇവിടെ 3.
ഇവിടെ 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇവിടെ 2 വരിക കേട്ടോ, ഇവിടെ 3. ഇനി ഇവിടെ എത്രയായിരിക്കും വരിക? ഇവിടെ 3 അല്ലേ, ഇവിടെ 5 വരിക കേട്ടോ. 3നോട് എന്തിൻ്റെ ചെയ്താലാ 15 കിട്ടുക? 5 അല്ലേ. അതുപോലെ 3നോട് എന്തിൻ്റെ ചെയ്താലാ 18 കിട്ടുക? 6 അല്ലേ. അപ്പോൾ ഇവിടെ 6. ഓക്കെ, ഇനിയോ? അപ്പോൾ ഇവിടെയൊക്കെ എന്ത് വരും? ഇവിടെ 55 വരും, ഇവിടെ 66 വരും അല്ലേ. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ 5 അല്ലേ, ഇവിടെ 40 തന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ 5നോട് എന്തിൻ്റെ ചെയ്താലും 40 കിട്ടുക? 5 8 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 8 വരും കേട്ടോ. ഓക്കെ, ഇനി നോക്കിയേ 8. അങ്ങനെയാണ് ഇവിടെ എത്ര വരിക? ഇവിടെ 16 വരും അല്ലേ. പിന്നെ ഇവിടെ 2 5 8 40 അല്ലേ. ഇനി ഇവിടെ എന്താ വരിക? ഇവിടെ 66 വരും കേട്ടോ. 6 × 11 66. ഓക്കെ, പിന്നെന്താണ് ഇവിടെ വരുന്നത്? എത്രയാണ്? 40 അല്ലേ. പിന്നെ ഇവിടെ എത്രയ്ക്ക് വരിക? 6 8 48 വരും കേട്ടോ. ഇനി ഇവിടെ വന്നിരിക്കുന്നത് എത്രയാണ്? 42 ആണ്. അപ്പോൾ 6നോട് എന്തിൻ്റെ ചെയ്താലും 42 കിട്ടുക? 7 അല്ലേ. അപ്പോൾ 7 ആണ് ഇവിടെ വരിക കേട്ടോ. 7. അപ്പോൾ നോക്കിയാൽ ഇവിടെ എന്താ? 7 2 14, 7 5 ഇവിടെ 35 വരും. പിന്നെന്താണ്? 7 6 42 അല്ലേ. ഇനി ഇവിടെ താഴെയുള്ള നമ്പറിൽ എത്ര വരിക നോക്കിയേ? താഴെയുള്ളതിൽ ടീച്ചർ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ 11 അല്ലേ, ഇവിടെ 99 കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ 11നോട് എന്തിൻ്റെ ചെയ്താൽ 99 കിട്ടുക? 9. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ 9 ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഇവിടെ 3 8 7, പിന്നെ ഇവിടെ 2 5 6 9 അല്ലേ. പിന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഇവിടെ 16, ഇവിടെ 14 അല്ലേ. പിന്നെ ഇവിടെ 55, ഇവിടെ 35 അല്ലേ. 5 7 35. ഇവിടെ 6 × 11 66, പിന്നെ 6 × 8 48 കേട്ടോ ഇവിടെ. ഓക്കെ, അപ്പോൾ 35, പിന്നെ 6 60, ഇവിടെ എന്താ 6 8 48 അല്ലേ. പിന്നെ ഇവിടെ എത്ര ചെയ്യുന്ന? 9 3 27 അല്ലേ. പിന്നെ 9 11 99, പിന്നെ 9 8 എത്രയാ? 72 അല്ലേ. പിന്നെ 9 7 എത്രയാ? 63. ഓക്കെ, മനസ്സിലായല്ലോ. ചോദ്യം എന്താണ്? റൈറ്റ് 2 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ് 1 2 3 വിത്തൗട്ട് റിപ്പീറ്റേഷൻ. 1 2 3 എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റ് വെച്ചിട്ട് റിപ്പീറ്റേഷൻ ചെയ്യാതെ നമുക്ക് എത്ര 2 ഡിജിറ്റ് നമ്പർ എഴുതാന്ന് വെച്ചത്. അപ്പോൾ നമുക്ക് എന്താ എങ്ങനെ എഴുതാം? 12 എഴുതാം, 13 എഴുതാം, പിന്നെയോ 23 എഴുതാം, പിന്നെയോ 31 എഴുതാം, പിന്നെ 32 എഴുതാം, പിന്നെ 21 എഴുതാം, 23 എഴുതാം. ഏതൊക്കെ എഴുതാം? ഓക്കെ, അപ്പോൾ 12 13 21 31 23 32 എന്ന് എഴുതാം അല്ലേ. റിപ്പീറ്റേഷൻ ചെയ്യാനും പാടില്ല. എന്താണ്? 2 ഡിജിറ്റ് നമ്പർ അല്ലേ. 2 ഡിജിറ്റ് നമ്പർ 1 2. ഇതിൽ 2 ഡിജിറ്റല്ലേ, ഇതിലും 2 ഡിജിറ്റൽ എല്ലാത്തിനും ഇങ്ങനെ എഴുതാം അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ? എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യന്? റൈറ്റ് 2 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ് 1 2 3 4 വിത്തൗട്ട് റിപ്പീറ്റേഷൻ. അങ്ങനെ എന്താണ്? 1 2 3 4 എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റ് വെച്ചിട്ട് 2 ഡിജിറ്റ് എഴുതുക, റിപ്പീറ്റേഷൻ ചെയ്യാതെ. അപ്പം നമുക്ക് ഏതൊക്കെ എഴുതാം? 12 13 14, പിന്നെ 21, പിന്നെ 23 24 31 32 34 41 42 43 അല്ലേ. ഇതൊക്കെ എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ആണ് കേട്ടോ. അതെന്താണ് നോക്കിയാൽ? ടേക്ക് എനി നമ്പർ ആൻഡ് മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 9, ആഡ് ദ ഡിജിറ്റ് ഓഫ് ദ പ്രോഡക്റ്റ്. ഇഫ് ദ സം ഹാസ് മോർ ദാൻ 1 ഡിജിറ്റ്, ആഡ് ദ ഡിജിറ്റ് അഗെയിൻ. കണ്ടിന്യൂ ടിൽ യു ഗെറ്റ് എ സിംഗിൾ ഡിജിറ്റ്. വാട്ട് ഈസ് ദ ഫൈനൽ സം? ഡു ദിസ് ബൈ ടേക്കിംഗ് എനി അതർ നമ്പർ. നോക്കിയാൽ അതിൻ്റെ മലയാളം എന്താണെന്ന് നോക്കിയാൽ? എന്താണ്? ഏതെങ്കിലും ഒരു സംഖ്യയെ, ഏതെങ്കിലും ഒരു നമ്പറിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ആൻസർ ഉണ്ട്, ഗുണനഫലത്തിലെ അക്കങ്ങൾ കൂട്ടുക. എന്നിട്ട് എന്താ? കൂട്ടി കിട്ടുന്ന സംഖ്യ ഒന്നിൽ കൂടുതൽ അക്കങ്ങൾ ഉണ്ടെങ്കിൽ അവ കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരക്കം കിട്ടുന്നവരെ കൂട്ടുക. എന്താ കിട്ടിയേ? മറ്റു സംഖ്യകളെടുത്ത് 9 കൊണ്ട് ഗുണിച്ച് ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ നോക്കിയാൽ ഞാനൊരു സംഖ്യ എടുക്കുകയാണ്, ഏതെങ്കിലും ഒരു സംഖ്യ. ഓക്കെ, അപ്പോൾ 2 എന്ന് പറഞ്ഞ സംഖ്യ. ഓക്കെ, 2നെ ഞാൻ എന്താണ്? 9 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 18 കിട്ടും അല്ലേ. ഇനി ഈ ഡിജിറ്റ് കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയാൽ 1 + 8 എത്രയാണ്? 9 അല്ലേ. അപ്പോൾ എന്താണ്? ഇങ്ങനെ ഒരക്കം കിട്ടുന്നവരെ കൂട്ടും. അപ്പോൾ എന്താ കിട്ടിയ? 9 അല്ലേ? ആണ് അല്ലേ. ഈ 9 തന്നെ കിട്ടുന്നത് അല്ലേ. മറ്റ് സംഖ്യ എടുത്ത് 9 കൊണ്ട് വിളിച്ച് നോക്ക്. ഇനി വേറെ ഏതെങ്കിലും സംഖ്യ എടുക്കുകയാണ്. ഞാൻ പറയുന്നത് 4 ആയിക്കോട്ടെ, അല്ലെങ്കിൽ 5. 5 × 9. 5 × 9 എത്രയാ? അതിന് 9നോട് ഇൻറ്റു ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. 5 × 9 ഇൻറ്റു ആട്ടത്. 5 × 9 എത്ര നമുക്ക് കിട്ടുക? 45. ഓക്കെ, 45. ഇനി കിട്ടിയ ആൻസറിലുള്ള ആ ഡിജിറ്റ് ഒന്ന് കൂട്ടി വയ്ക്കുക. 4 + 5 എത്രയാണ്?
9 അല്ലേ? അപ്പോഴും 9 തന്നെ അല്ലേ? അപ്പോൾ നമുക്ക് 9നോട് ഏത് സംഖ്യ ഇൻറ്റു ചെയ്താലും ആ കിട്ടുന്ന ആൻസറിലെ ആ അക്കങ്ങൾ കൂട്ടുക, ഡിജിറ്റ് കൂട്ടുക. അപ്പോഴും ഈ 9 തന്നെ ആയിരിക്കും കിട്ടുക കേട്ടോ. വലിയ വലിയ സംഖ്യ എടുത്തു നിങ്ങൾ ഒറ്റ നമ്പർ ആകുന്നവരെ കൂട്ടിയാൽ എന്താണ് 9 തന്നെയാണ് കിട്ടുക. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ചാപ്റ്റർ 7th ചാപ്റ്റർ നമ്മളത് കഴിഞ്ഞു കേട്ടോ. നന്നായി പഠിക്കുക. നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് അല്ലേ? ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ മാത്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ സബ്ജക്റ്റാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയാൽ എന്താണ് നമുക്ക് എല്ലാ ആൻസറും ചെയ്യാൻ കഴിയും കേട്ടോ. ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ കഴിയും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പ്ലസും മൈനസൊക്കെ കൊണ്ട് തിരിച്ച് നമ്മൾ മാർക്കായിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ മാത്സ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധാപൂർവ്വം ചെയ്യുക കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ. അടുത്ത ചാപ്റ്റർ ടീച്ചർ എന്താണ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക്